ലോറി കണ്ടെത്തിയ സ്ഥലത്തേക്ക് നേവിയുടെ 3 ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ബോട്ടുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നേവിയുടെ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ പുഴയിലേക്ക് ഇറങ്ങി ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 3 ബോട്ടുകളിലുള്ള സംഘമാണ് അവിടെ ഉള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് വീണ്ടും ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, നിലവിൽ ഒരു ഭാഗത്ത് ക്യാബിൻ എവിടെയുണ്ട് എന്നത് കണ്ടെത്താനുള്ള പരിശോധന, ഡ്രോൺ പരിശോധന, മറ്റൊരു ഭാഗത്ത് ലോറി ഉണ്ട് എന്നുള്ള നിഗമനമുള്ള സ്ഥലത്തേക്ക് നേവിയുടെ സംഘം എത്തിയിരിക്കുന്നു 3 ബോട്ടുകളിലായി. അങ്ങനെയാണോ? ഉച്ചയ്ക്ക് മുൻപും ഇതേ 3 ബോട്ടുകൾ ഈ നദിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ അടിയൊഴുക്ക് പരിശോധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ആ സ്ഥലത്ത്, അത് നേരത്തെ ഈ ഡ്രോൺ പരിശോധനയിലാണ് കണ്ടെത്തിയത്, ആ സ്ഥലത്തേക്ക് ഈ 3 ബോട്ടുകൾ ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ 3 ബോട്ടുകളും ഡിഗി ബോട്ടുകൾ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. അത് അടിയൊഴുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, സ്കൂബ ടീമിന് ഇറങ്ങാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നത് ഈ ഡ്രോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഡീകോഡ് ചെയ്തപ്പോൾ ഏറ്റവും പുതിയ വിവരം കിട്ടി. ഒരു ഭാഗത്ത് ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തി. അത് ലോറിയാണ്, അത് ട്രക്കാണ് എന്ന് കണ്ടെത്തി. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ 3 ബോട്ടുകൾ നീങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പുതിയ വിവരം ശ്രീകാന്ത്, ലോറി കണ്ടെത്തിയ സ്ഥലത്ത് ബോട്ടുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത സ്ഥലത്തിന് ചുറ്റും പരിശോധന നടത്തുകയാണ് സംഘം എന്നുള്ളതാണ്. ശ്രീകാന്ത്, അനുജ, നേരത്തെ തന്നെ 3 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തിരുന്നു. ഈ 3 സ്ഥലങ്ങളിൽ ക്യാബിനുള്ള സ്ഥലം ഏത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. ആ 3 സ്ഥലങ്ങൾ ഉണ്ട്. അതിൽ ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം, ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ 3 ബോട്ടുകൾ പോയി നിലയുറപ്പിച്ചിരിക്കുന്നത്, അവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇനിയും സ്കൂബ ടീമിന് രാവിലെ മുതൽ ഇതുവരെയും സ്കൂബ ടീമിന് ഈ പുഴയിലേക്ക്, ഈ നദിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന, ഡിഗി ബോട്ടുകളിൽ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്കൂബ ഡീപ് ഡൈവ് ചെയ്തുള്ള പരിശോധന നടന്നിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഡ്രോൺ പരിശോധന നടന്നു. അതിൽ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തി. അതിലൊന്ന് ട്രക്ക് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. അത് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ക്യാബിൻ ഉണ്ടോ എന്നുള്ള കാര്യം, ആ ഭാഗത്ത് തന്നെ ക്യാബിൻ ഉണ്ടോ എന്നുള്ളതിന് കണ്ടെത്തണം. ക്യാബിൻ കണ്ടെത്തിയാൽ അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് കൂടി സ്ഥിരീകരിക്കണം. ശേഷമായിരിക്കും ഈ സ്കൂബ ഡൈവർമാർ ഇറങ്ങുക. ഈ ഡീപ് ഡൈവിന് വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അതിൽ ഇറങ്ങാനുള്ള സാധ്യത എങ്ങനെയാണ് ശ്രീകാന്ത്? അവിടെ അടിയൊഴുക്ക് ശക്തമാണ്, മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? നിലവിൽ മഴ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. കാരണം രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥ, ആദ്യം മഴയുണ്ടായിരുന്നു, പിന്നെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇപ്പോഴും മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി മഴ ശക്തമായി ഉണ്ടാകും എന്ന് കാലാവസ്ഥ പ്രവചനം ഇതിനോടകം വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സ്കൂബ ഡൈവ്, ഡീപ് ഡൈവ് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം ഇപ്പോഴും സംശയകരമാണ്. എന്തായാലും ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവിടെ ക്യാബിൻ ഉണ്ടോ എന്നുള്ള കാര്യം ഈ സംഘം പരിശോധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്മേൽ പിന്നീട് ഇവർക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം, ആ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ അത് ഒന്ന് പരമാവധി ആ വിവരം കിട്ടാൻ ശ്രമിക്കും. ഇനി അത് കിട്ടിയാലും ഇല്ലെങ്കിലും ക്യാബിൻ കണ്ടെത്താനുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത് ഐബോർഡ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നല്ലോ ശ്രീകാന്ത്, അതിന്റെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്കുണ്ടോ? രണ്ടാം ഘട്ട ഐബോർഡ് പരിശോധനയുടെ ചില ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ വന്നിട്ടില്ല. ഇനി ആ ശേഖരിച്ച ദൃശ്യങ്ങൾ ഡീകോഡ് ചെയ്യണം അനുജ. അത് ഡീകോഡ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ക്യാബിൻ ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിക്കൂ. അത് ഡീകോഡ് ചെയ്തെടുത്ത് ജില്ലാ ഭരണകൂടത്തെ അടക്കം ഇതിന് നേതൃത്വം നൽകുന്നവരെ അറിയിച്ച് അതിനുശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് ഈ വിവരം നൽകുകയുള്ളൂ. നിലവിൽ രണ്ടാം ഘട്ട പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പരിശോധനയിൽ കിട്ടിയ വിവരങ്ങൾ ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യുമ്പോഴറിയാം അതിൽ ഈ ക്യാബിൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. ഇനി ക്യാബിൻ കണ്ടെത്താൻ സാധിച്ചത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ നേവി സംഘം ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം അവർക്കിടയിൽ ഈ വിവര കൈമാറ്റം സ്വാഭാവികമായും നടക്കുന്നുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 3 സ്ഥലമുണ്ട് എന്ന് പറഞ്ഞതിൽ ഉച്ചയ്ക്ക് മുമ്പ് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് കണ്ടെത്തിയ 3 സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഇപ്പോൾ നേവി സംഘം പോയിട്ടുണ്ടെങ്കിൽ
അവിടെ ക്യാബിനുണ്ട് എന്ന തരത്തിൽ അതാണ് ആ തരത്തിലേക്ക് എന്തെങ്കിലും സ്ഥിരീകരണം നേവിക്കുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനം. ഞാൻ അരുൺ പാറയ്ക്കലിലേക്ക് കൂടി പോകുന്നു. അരുൺ, ഇപ്പോൾ 3 ബോട്ടുകൾ എത്തുന്നത് ലോറി കണ്ടെത്തിയ സ്ഥലത്തേക്ക്, അതും മാർക്ക് ചെയ്ത സ്ഥലത്തിന് ചുറ്റും പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ക്യാബിൻ എവിടെയുണ്ട് എന്നതിലേക്ക് കൂടി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ അതിനർത്ഥം? അതാണോ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് നേവി എത്തിച്ചേർന്നത്? അനുജ, അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താനാണ് നമുക്കിപ്പോൾ കഴിയുന്നത്. ഈ സാനി എക്സ്കവേറ്ററും അതുപോലെ തന്നെ ഈ മൺകൂനിയും, അതായത് ഈ ശിരൂർ കുന്നിലെ മലയിടിഞ്ഞ് ഈ ഗംഗാവലി നദിയിലേക്ക് എത്തിയ ആ തുരുത്ത് പോലെ രൂപപ്പെട്ട ആ മൺകൂനയ്ക്കും ഇടയിലാണ് ഈ ലോറി എന്ന് കണ്ടെത്തിയിരുന്നു. അത് അർജുന്റെ ലോറി തന്നെയാണ്, അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ലോറിക്കരികിലേക്ക് 3 നാവികസേനാ ബോട്ടുകൾ, 3 റെസ്ക്യൂ സംഘത്തിന്റെ ബോട്ടുകൾ ആ ലോറിക്ക് അരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഒരു ബോട്ട് ആ ലോറി നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ലോറി നദിക്കടിയിൽ കിടക്കുന്ന ലൊക്കേറ്റ് ചെയ്ത കണ്ടെത്തി ആ സ്ഥലത്ത് ഈ ബോട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഈ ആളുകൾ അതിനടുത്തേക്ക് ഒരുപക്ഷെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലോറിക്കുള്ളിലേക്ക്, ഈ നദിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പദ്ധതി കൂടി നോക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നദിയുടെ ഒരു അടിയൊഴുക്ക് പ്രധാനമായ പ്രശ്നമാണ്. ഈ അടിയൊഴുക്കിനെ തരണം ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, അതായത് ഈ മുൻകൂട്ടി നിശ്ചയിച്ച ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക, വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുക എന്നാണ് നാവികസേന ഉദ്യോഗസ്ഥർ, ആർമി സംഘമൊക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സംഘമാണ് ബോട്ടിന്റെ റെസ്ക്യൂ സംഘത്തിന്റെ 3 ബോട്ടുകളാണ് അവിടേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ 2 ബോട്ടുകൾ മറ്റൊരു ദിശയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ബോട്ട് ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച്, അതായത് ഈ ലോറി നിൽക്കുന്നു എന്ന് സ്ഥിരീകരിച്ച ആ പ്രദേശത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ റെസ്ക്യൂ സംഘത്തിലെ ആളുകൾ, വിദഗ്ധരായ ആളുകൾ ഈ നദിക്കടിയിലേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോറിയെ ലോക്കിട്ട് ഉറപ്പിക്കുക, ലോറിയെ ഉയർത്തുക, അല്ലെങ്കിൽ അതിന്റെ ക്യാബിൻ അത് കൃത്യമായി കണ്ടെത്താനുള്ള ഒരു ശ്രമം അതായിരിക്കും ഒരുപക്ഷെ നടത്തുന്നത്. അനുജ, അതാണിപ്പോൾ 3 ബോട്ടുകളാണ് ലോറി ഉള്ളിടത്തേക്ക് എത്തിയത്. അതിൽ 2 ബോട്ടുകൾ മറ്റൊരു ഭാഗത്തേക്ക്, ഒരു ബോട്ടാണ് മാർക്ക് ചെയ്ത സ്ഥലത്തിന് ചുറ്റും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏറ്റവും പുതിയ വിവരമാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്. അത് ക്യാബിൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഒരുപക്ഷെ ഐബോർഡ് പരിശോധനയുടെ വിവരങ്ങളൊക്കെ അവർക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ടോ നേവിക്ക് എന്നൊക്കെയുള്ള സംശയം ഈ ഘട്ടത്തിലുണ്ട്. ഒരു പ്രാഥമിക നിഗമനം എന്ന തരത്തിലേക്ക് മാത്രം നമുക്ക് അങ്ങനെ പറയാം എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയിട്ടുള്ള വിവരം.